നമസ്കാരം. പ്രധാന വാർത്തകൾ. അപകടകരമായ വർഗീയതയും അതിഭീകരമായ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളും ഭരണഘടനയെയും ജനാധിപത്യത്തെയും പുച്ഛിച്ചു തള്ളുന്ന രാഷ്ട്രീയ സമീപനങ്ങളുമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് മന്ത്രി കെ രാജൻ. ഈ മുഖമുദ്ര വിദ്യാഭ്യാസ മേഖലയിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കെ രാജൻ. AISF സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ സ്വാഗത സംഘം രൂപീകരണ യോഗം ചേർന്നു. പട്ടാമ്പിയിൽ AISFന്റെ 46-ാം സംസ്ഥാന സമ്മേളനം മെയ് 8, 9 തീയതികൾ. ജലമൂറ്റുന്നതിനെതിരെ പെപ്സി, കൊക്കക്കോള കമ്പനിക്കെതിരെ സമരം ചെയ്തവരാണ് ഇപ്പോൾ ജലമൂറ്റ് കമ്പനിയെ ക്ഷണിച്ചു വരുത്തിയതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ഭരണത്തിലേറി 8 വർഷം കഴിഞ്ഞിട്ടും ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിയാത്ത സർക്കാരാണ് കേരളത്തിലേതെന്നും VT ബൽറാം. എലപ്പുള്ളി ബ്രൂവറി സ്ഥാപനത്തിനെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു നടത്തുന്ന 100 മണിക്കൂർ ഉപവാസ സമരം തുടരുന്നു. ഷൊർണൂർ കല്ലിപ്പാടത്ത് പൊതുസ്ഥലത്ത് സോളാർ വേലി കെട്ടിയ കർഷകന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. സോളാർ വേലി കാൽനടയാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഭീഷണിയാകുന്നതായി പരാതി. സോളാർ വേലി ഉടൻ നീക്കം ചെയ്യണമെന്നും പാടശേഖരത്തെ രണ്ടായി പിളർത്ത നടപടി ന്യായീകരിക്കാനാകില്ലെന്നും കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി. നൂതന വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിലവിലുള്ള വ്യവസായ സംരംഭങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി പട്ടാമ്പിയിൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കും. മീറ്റ് സംഘടിപ്പിക്കുന്നത് ഈ മാസം 26-ന് ശങ്കരമംഗലത്ത്. പരിപാടിയുടെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഓരോ ജില്ലകളിലും മണ്ഡലങ്ങളിലും വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതുണ്ടെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. കേന്ദ്ര സർക്കാർ കർഷകരെ അവഗണിക്കുകയാണെന്ന് K രാധാകൃഷ്ണൻ MP. കേരളത്തിലെ കർഷകർക്ക് പ്രത്യേക പാക്കേജ് നൽകണമെന്നും MP. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും K രാധാകൃഷ്ണൻ MP. തിരുവേഗപ്പുറ വെസ്റ്റ് കായ്പുറത്ത് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ച് വയോധികന് ദാരുണാന്ത്യം. മരണപ്പെട്ടത് വെസ്റ്റ് കായ്പുറം സ്വദേശി 72-കാരൻ ഇബ്രാഹിം. വാർത്തകൾ വിശദമായി. അപകടകരമായ വർഗീയതയും അതിഭീകരമായ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളും ഭരണഘടനയെയും ജനാധിപത്യത്തെയും പുച്ഛിച്ചു തള്ളുന്ന രാഷ്ട്രീയ സമീപനങ്ങളുമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് മന്ത്രി കെ രാജൻ. ഈ മുഖമുദ്ര വിദ്യാഭ്യാസ മേഖലയിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. AISF സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലെ ദേശീയ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ AISFന്റെ 46-ാം സംസ്ഥാന സമ്മേളനം മെയ് 8, 9 തീയതികളിൽ പട്ടാമ്പിയിൽ വെച്ചാണ് സംഘടിപ്പിക്കാൻ പോകുന്നത്. സമ്മേളനത്തിന്റെ നടത്തിപ്പിനായാണ് പട്ടാമ്പിയിൽ ഞായറാഴ്ച കുളത്തിങ്കൽ ടവറിൽ വെച്ച് സ്വാഗത സംഘം രൂപീകരിച്ചത്. രൂപീകരണ യോഗം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അപകടകരമായ വർഗീയതയും അതിഭീകരമായ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളും ഭരണഘടനയെയും ജനാധിപത്യത്തെയും പുച്ഛിച്ചു തള്ളുന്ന രാഷ്ട്രീയ സമീപനങ്ങളുമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് മന്ത്രി കെ രാജൻ കുറ്റപ്പെടുത്തി. ഈ മുഖമുദ്ര വിദ്യാഭ്യാസ മേഖലയിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സവർക്കറുടെ രാഷ്ട്രീയ മുദ്രാവാക്യം അംഗീകരിക്കുന്ന ഒരു ഭരണകൂടം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ തലച്ചോറുകളെ പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന വിധത്തിൽ ക്യാച്ച് ദം യങ് എന്ന മുദ്രാവാക്യത്തിലേക്ക് പോവുകയാണ്. അപകടകരമായ വർഗീയത, അതിഭീകരമായിട്ടുള്ള ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങൾ, ഫെഡറലിസത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും പുച്ഛിച്ചു തള്ളുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3-ാം ഗവൺമെന്റിന്റെ മുഖമുദ്രകൾ ഇതൊക്കെയാണ്. ആ മുഖമുദ്രകൾ നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇന്ത്യൻ വിദ്യാഭ്യാസ കേന്ദ്രത്തെയാണ്. കോവിഡിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ സാമൂഹിക അകലവും സാനിറ്റൈസറും മുഖംമൂടികളുമായി ലോകം നിൽക്കുന്ന കാലത്ത് പരമോന്നത ജനാധിപത്യ കേന്ദ്രമായ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഇരുസഭകൾ 1 മണിക്കൂർ പോലും ചർച്ച ചെയ്യാതെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ചു. യോഗത്തിൽ OK സേലവി അധ്യക്ഷനായി. AISF സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ, സംസ്ഥാന സെക്രട്ടറി P കബീർ, ജില്ലാ സെക്രട്ടറി സിനാഫ് ജിസ്മോൻ, CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, മുഹമ്മദ് മുഹ്സിൻ MLA, സുമലത മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ജലമൂറ്റുന്നതിനെതിരെ പെപ്സിക്കും കൊക്കക്കോള കമ്പനിക്കുമെതിരെ സമരം ചെയ്തവരാണ് ജലമൂറ്റ് കമ്പനിയെ ക്ഷണിച്ചു വരുത്തിയതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ഭരണത്തിലേറി 8 വർഷം കഴിഞ്ഞിട്ടും ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാത്ത സർക്കാർ കേരളത്തിലേതാണെന്നും VT ബൽറാം പറഞ്ഞു. എലപ്പുള്ളിയിലെ ബ്രൂവറി സ്ഥാപനത്തിനെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു നടത്തുന്ന 100 മണിക്കൂർ
ഉപവാസ സമരത്തിന്റെ 2ാം ദിവസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബൽറാം. സംസ്ഥാനത്ത് തുടർഭരണം കിട്ടിയിട്ടും സ്വന്തമായി വിഭാവനം ചെയ്ത് ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാത്ത ഒരേയൊരു സർക്കാർ കേരളത്തിലേതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതികളെ സ്വന്തം കീശയിലാക്കി പ്രചരിപ്പിക്കുന്ന അല്പത്തമാണ് സർക്കാരും CPM-ഉം കാണിക്കുന്നത്. കേരളത്തിൽ ജലദൗർലഭ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് നെല്ലറ എന്ന പേരിൽ അറിയപ്പെടുന്ന പാലക്കാടാണ്. അപകടകരമായ വിധത്തിൽ ഭൂഗർഭ ജലനിരപ്പ് താഴുന്നതും പാലക്കാടാണ്. ഇത്രയധികം ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന പാലക്കാട് തന്നെ ജലം മുറ്റുന്ന ബ്രൂവറി സ്ഥാപിക്കാനുള്ള അനുമതി നൽകാൻ കഴിയുന്നത് മനസാക്ഷി മരവിച്ചവർക്ക് മാത്രമാണ് കഴിയുക. പൊതുപ്രവർത്തകരാണെന്നും അടിസ്ഥാന വർഗത്തിനൊപ്പമാണെന്നും പറയുന്ന മന്ത്രിമാർക്കും CPM-കാർക്കും ഇതെങ്ങനെ സാധിക്കുന്നുവെന്നത് ചിന്തിക്കേണ്ടതാണെന്നും VT ബൽറാം പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലദൗർലഭ്യം നേരിടുന്ന ഒരു നാടും ഈ പാലക്കാടാണ്. ഇതാ മാർച്ച് മാസം ആയതേ ഉള്ളൂ. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് അവിടെയും ഇവിടെയും ചില ചാറ്റൽ മഴ, വേനൽ മഴയുടെ രൂപത്തിൽ കടന്നു വന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഈ പന്തലിന്റെ കീഴെ ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നത്. ഇനി ഏപ്രിൽ മാസം കിടക്കുകയാണ്, അതിനുശേഷം മെയ് മാസം കിടക്കുകയാണ്, അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ജൂൺ മാസത്തിൽ കാലവർഷം എത്തുക. ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ കൃഷിക്കാവട്ടെ കുടിവെള്ളത്തിനാവട്ടെ ക്ഷാമം നേരിടുന്ന കേരളത്തിലെ ഒരു ജില്ല അത് പാലക്കാട് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ ഷോർട്ടേജ് ഉള്ള ജില്ല ഈ പാലക്കാട് ജില്ലയാണ്. ഭൂഗർഭ ജലത്തിന്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബ്ലോക്കുകളെ ക്രിട്ടിക്കൽ എന്നും സെമി ക്രിട്ടിക്കൽ എന്നും ഒക്കെ തിരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ബ്ലോക്കുകളുള്ള ഒരു ജില്ല കേരളത്തിൽ ഈ പാലക്കാട് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ സെമി ക്രിട്ടിക്കൽ ബ്ലോക്കുകളുള്ള ഒരു ജില്ല അതും ഈ പാലക്കാട് ജില്ലയാണ്. അത്രത്തോളം ജലദൗർലഭ്യം എല്ലാ നിലയ്ക്കും അനുഭവിക്കുന്ന ഒരു നാട്ടിൽ ഈ ജലചൂഷണത്തിന് വേണ്ടിയുള്ള കമ്പനികളെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നവന്റെയൊക്കെ മനസ്സ് എത്ര ക്രൂരമാണ് എന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, KPCC അംഗം നിയാസ്, B. ഇക്ബാൽ, C. ശിവരാജൻ തുടങ്ങി കർഷക കോൺഗ്രസ് ഭാരവാഹികൾ സംസാരിച്ചു. കോഴിക്കോട്, കൊല്ലം ജില്ലകളിലെ കർഷകരും വിവിധ സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരും സമരത്തിന് പിന്തുണയുമായെത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കല്ലിപ്പാടത്ത് പൊതുസ്ഥലത്ത് സോളാർ വേലി കെട്ടിയ കർഷകന്റെ നടപടിയിൽ വൻ പ്രതിഷേധം. കാൽനടയാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഭീഷണിയായി നിലനിൽക്കുന്ന സോളാർ വേലി ഉടൻ നീക്കണമെന്ന് കർഷക സംഘം ജില്ലാ സെക്രട്ടറിയും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ MR മുരളി ആവശ്യപ്പെട്ടു. പാടശേഖരത്തെ 2ആയി പിളർത്തുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്നും MR മുരളി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ എന്ന കർഷകനാണ് പൊതുസ്ഥലത്ത് സോളാർ വേലി കെട്ടി കാൽനടയാത്രക്കാർക്ക് വഴിതടസ്സം ഉണ്ടാക്കിയിരിക്കുന്നത്. പാടശേഖരത്തിന് കുറുകെ സോളാർ വേലി കെട്ടിയതിനാൽ പാടശേഖരം തന്നെ 2ആയി പിളർന്നു കിടക്കുകയാണ്. കൊയ്ത്ത് യന്ത്രവും ട്രാക്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇതിനു പുറമെ ഉണ്ണികൃഷ്ണന്റെ കൃഷിസ്ഥലത്തിന് ചുറ്റും വലിയ ചാലുകൾ കീറി കൊയ്ത്ത് യന്ത്രത്തിനും ട്രാക്ടറുകൾക്കും പോകുവാൻ പറ്റാത്ത സ്ഥിതിയുമുണ്ട്. ബന്ധപ്പെട്ട എല്ലാവർക്കും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് MR മുരളി സ്ഥലം സന്ദർശിച്ചത്. വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഒന്ന്, നമ്മുടെ ഷൊർണൂർ നഗരസഭാ പ്രദേശത്ത് നെൽകൃഷി ഏറ്റവും നന്നായി നടക്കുന്നൊരു പ്രദേശമാണ് ഈ കാരക്കാട് കല്ലിപ്പാടം പ്രദേശം. ഈ നെൽപ്പാടം മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഒരു വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ഒരു 50 സെൻറ്റ് സ്ഥലം വളച്ചു കെട്ടി തെങ്ങ് വെച്ചും വാഴ വെച്ചും മറ്റു കൃഷി ചെയ്തും പരിസര പ്രദേശത്ത് നന്നായി നെൽകൃഷി ചെയ്യുന്ന ആളുകളെ ബോധപൂർവം ദ്രോഹിക്കുകയാണ്. ഇത് വളരെ കർശനമായിട്ട് നടപടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ബന്ധപ്പെട്ട അധികൃതർ ഇതിൽ കർശനമായിട്ടുള്ള നടപടിയെടുക്കണം, ഇടപെടണം. മറ്റൊന്നിവിടെ വലിയൊരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുനിരത്തിലാണ് ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ടുള്ള കമ്പിവേലി കെട്ടിയിട്ടുള്ളത്. വന്യജീവികളെ തടയുന്നതിന് വേണ്ടി സ്വന്തം സ്ഥലത്ത് വൈദ്യുത കമ്പിയൊക്കെ നിയമാനുസൃതം ആർക്കും സ്ഥാപിക്കാം. ഇത് പൊതുവഴിയിലാണ്, സ്കൂൾ കുട്ടികൾ വരെ നടന്നു പോകുന്ന പൊതുവഴിയിൽ കമ്പിവേലി കെട്ടിയിരിക്കുന്നു, അതിലേക്ക് ഷോക്ക് കൊടുത്തിരിക്കുന്നു. ആളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. വളരെ ഗുരുതരമാണ്. വാർഡ് കൗൺസിലർ ലക്ഷ്മണൻ, കർഷക സംഘം നേതാക്കളായ ശ്രീനിവാസൻ, പരമേശ്വരൻ, പാടശേഖര സമിതി സെക്രട്ടറി മുരളീധരൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
തിരുവേഗപ്പുറ വെസ്റ്റ് കൈപ്പുറം ചെറിയ പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട ലോറി ഇടിച്ച് വയോധികന് ദാരുണാന്ത്യം. വെസ്റ്റ് കൈപ്പുറം സ്വദേശി പണിക്ക വീട്ടിൽ 72 വയസ്സുള്ള ഇബ്രാഹിമാണ് മരിച്ചത്. റോഡ് സൈഡിലൂടെ നടന്നു പോവുകയായിരുന്ന ഇബ്രാഹിമിനെ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. ഉടൻ നാട്ടുകാർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി വയോധികനെ ഇടിച്ച ശേഷം അടുത്തുള്ള മതിലിൽ ഇടിച്ചാണ് നിന്നത്. പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേന്ദ്ര സർക്കാർ കർഷകരെ അവഗണിക്കുകയാണെന്നും കേരള കർഷകർക്ക് പ്രത്യേക പാക്കേജ് നൽകണമെന്നും കെ രാധാകൃഷ്ണൻ MP ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും MP. കേന്ദ്ര കാർഷിക വകുപ്പിന്റെ വകുപ്പുതല ധനാവശ്യങ്ങൾ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കെ രാധാകൃഷ്ണൻ MP. 2024-25 സാമ്പത്തിക വർഷത്തിൽ കാർഷിക മേഖലയ്ക്ക് 1,20,775 കോടി ബഡ്ജറ്റായി അനുവദിച്ചപ്പോൾ പുനർനിർണയ ബഡ്ജറ്റിൽ അത് 1,38,980 കോടിയായി. എന്നാൽ ഈ വർഷം വീണ്ടും ഇത് 1,24,340 കോടിയിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. ഇത് കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ സമീപനം വ്യക്തമാക്കുന്നു. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കോർപ്പറേറ്റുകളുടെ ലോൺ കേന്ദ്ര സർക്കാർ എഴുതി തള്ളുമ്പോൾ കർഷകരുടെ കടം എഴുതി തള്ളണം എന്ന ആവശ്യം നിരാകരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കർഷകരാണ് ഈ സർക്കാരിന്റെ കർഷക വിരുദ്ധ നയം കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ പ്രത്യേക കാർഷിക പാക്കേജ് കേരളത്തിന് അനുവദിക്കണമെന്നും സംസ്ഥാനത്തിന്റെ ആവശ്യമായ റബ്ബറിന് 200 രൂപ താങ്ങുവിലയായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന രാജ്യത്ത് പൂർണ്ണതോതിൽ പരാജയപ്പെട്ടുവെന്നും കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതിന് വളരെ ദീർഘമായ സമയമാണ് ഇപ്പോൾ എടുക്കുന്നത്. MS സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത 50% കുറഞ്ഞ താങ്ങുവില നടപ്പിലാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോയിരിക്കുകയാണെന്നും ഇത് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഈ ബജറ്റ് കർഷകരെക്കാൾ കോർപ്പറേറ്റുകൾക്ക് മുൻഗണന നൽകുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും അതുകൊണ്ട് കേന്ദ്ര കാർഷിക വകുപ്പിന്റെ ബജറ്റിന്റെ ഗ്രാന്റുകളെ എതിർക്കുകയാണെന്നും കെ രാധാകൃഷ്ണൻ MP ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. സർ, ഇത് ഞാൻ എതിർക്കാൻ കാരണം ഈ ബഡ്ജറ്റിൽ കർഷകരെയോ കാർഷിക മേഖലയോ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. നമ്മുടെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന കർഷകരെ സഹായിക്കേണ്ട ബാധ്യത നമ്മുടെ സർക്കാരിനുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തുൽപാദനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് ഇന്ത്യയിലെ കർഷകരും കർഷക തൊഴിലാളികളും. എന്നാൽ അവരെ ആ രീതിയിൽ കാണാൻ നമ്മുടെ സർക്കാരുകൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നാം പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഓരോ വർഷവും കർഷകരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരളശ്ശേരി കുണ്ടളശ്ശേരി തിരുനെല്ലി ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോട് അനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടത്തി. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ചെയർമാൻ ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്തു. എന്ന നാമധേയത്തിൽ അറിയപ്പെടുമ്പോൾ എന്നും തിരുനെല്ലിയും വയനാട് അപ്പുറമുള്ള തിരുനെല്ലി ക്ഷേത്രത്തിൽ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ആ സാന്നിധ്യം തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് ഉള്ളിൽ പോയി ദർശനമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്കും തോന്നിപ്പോവുകയുണ്ടായി. അത്രയും ദൂരം പോയി ഭഗവാനെ കാണുന്നതിലുള്ള പരിപൂർണ തൃപ്തി ഈ ചെറിയ ഇടവഴികളിലൂടെ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ട് വാഹനത്തിൽ വരുമ്പോൾ അതിൻ്റെ മഹത്വം വളരെ കഷ്ടപ്പെട്ട് 41 ദിവസത്തെ വ്രതമെടുത്ത് കുന്നം മലയം താണ്ടി ശബരീശ തിരുനെല്ലി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ K ജിതേഷ് അധ്യക്ഷത വഹിച്ചു. കേരളശ്ശേരി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമാമുരളി, ക്ഷേത്രം പ്രസിഡന്റ് മുണ്ടഞ്ചേരി മോഹൻദാസ്, സെക്രട്ടറി P രാജേഷ് കുമാർ, K ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മധുളവിദ്വാൻ വടക്കുംപാട്ട് രാമൻകുട്ടിയെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളുണ്ടായി. മാർച്ച് 18 മുതൽ 25 വരെയാണ് ഉത്സവം നടക്കുന്നത്. മാർച്ച് 18-നായിരുന്നു കൊടിയേറ്റം. 24-ന് പള്ളിവേട്ട, 25-ന് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. ഗണപതി ഗണനായകനെ ശിവശങ്കര സന്തതിയേ ഗംഭീരാകൃതിയായൊരു മൂർത്തെ സർവസുമംഗളമേ ശിവ
ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്കുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടന്നു. യുവർ പ്രദീപ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഈ നാട്ടിലെ കുട്ടികൾ പഠിക്കട്ടെ. അംഗൻവാടി ധാരാളം പ്രയാസം അവിടുത്തെ ജീവനക്കാർ അനുഭവിക്കേണ്ടി അവർക്ക് അവർ പറഞ്ഞ ആവശ്യങ്ങൾ ഇത് നടത്തി കൊടുക്കാം എന്നെല്ലാം മെറിറ്റ് അനുസരിച്ച് അത് മനസ്സിലാക്കി കിട്ടുന്ന പണം കൊണ്ട് ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും അത് മനസ്സിലാക്കിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ ഇതുപോലെ നമ്മുടെ ഗവൺമെന്റും ഓരോ മേഖലയും ഇപ്പം ഭിന്നശേഷിക്കാർക്ക് അവരുടെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് ഗവൺമെന്റ് പൊതുജനങ്ങളും ചില കാര്യങ്ങൾ പാലിക്കണം. അവരെ മനുഷ്യരായി പരിഗണിക്കണം. അവർക്കുള്ള സൗകര്യങ്ങൾ നിർബന്ധമായി കിട്ടിയിരിക്കണം എന്നൊരു നിയമം രാജ്യത്ത് ആദ്യമായി നമ്മുടെ കേരളമാണ് ഉണ്ടാക്കിയത്. ആരെയും ചർച്ച ചെയ്യുന്നുണ്ടോ? വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഫൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ M ബിന്ദു, യൂസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ BM റഷീദ്, സുലൈമാൻ പടപ്പ്, MP രാധിക, V വത്സല, താജുന്നിസ എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് നിർമ്മലാദേവി സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശോഭന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഈ മാസം 26-ാം തീയതി ശങ്കരമംഗലം ബോഗൈൻവില്ല ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പട്ടാമ്പി ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2025 ഭാഗമായി സ്വാഗത സംഘ രൂപീകരണം പട്ടാമ്പിയിൽ നടന്നു. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. മീറ്റ് സംഘടിപ്പിക്കുന്നത് നിലവിലെ സംരംഭകർക്കും പുതിയ വ്യവസായം തുടങ്ങുന്നവർക്കും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി. സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. ഈ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഓരോ ജില്ലകളിലും മണ്ഡലങ്ങളിലും വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതുണ്ടെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് ഇത്തരത്തിലുള്ള ഒരു വിപുലമായ മീറ്റ് നടക്കുന്നത്. നിലവിലുള്ള വ്യവസായികളെയും പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നവർക്കും കൃത്യമായ മാർഗനിർദ്ദേശം ലഭിക്കുന്നതിന് ഈ മീറ്റ് ഏറെ സഹായകരമാകും. വ്യവസായ രംഗത്തെ നൂതന സംരംഭങ്ങളുടെ സാധ്യതയെക്കുറിച്ച് അവബോധം നൽകുന്നതിനുതകുന്ന ശില്പശാലയും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് അനന്തമായ സാധ്യതകളാണിന്നുള്ളത്. എന്നാൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി അനുയോജ്യമായ സംരംഭങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും അത് വിജയകരമായി നടത്തിക്കൊണ്ടു പോകുന്നതിനും സാങ്കേതിക വശങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയേണ്ടതുണ്ടെന്ന് MLA പറഞ്ഞു. നിക്ഷേപകരുമായി സംരംഭകരെയും സ്റ്റാർട്ടപ്പുകളെയും ബന്ധിപ്പിക്കാൻ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന പ്രത്യേക സെഷൻ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടുതന്നെ ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് നേടുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ പേരും ഈ സംരംഭത്തിൽ പങ്കെടുക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. നമ്മുടെ നാട് വ്യവസായ സൗഹൃദമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിലേക്കൊന്നും വിശദമായി പറയുകയല്ല. ഇപ്പോൾ ഓൺലൈൻ സംവിധാനം അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് 3.5 വർഷത്തിനുള്ളിൽ ലൈസൻസ് കിട്ടുന്ന രീതിയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു വ്യവസായം ആരംഭിക്കാവുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. നേരത്തെ കേരളം തീരെ വ്യവസായ സൗഹൃദമായിരുന്നില്ല എന്ന് പറയുമ്പോഴും ഇന്ന് കേരളം വളരെ മികച്ച വ്യവസായ സൗഹൃദത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. പൊതുവെ ഉള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നാണെങ്കിലും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ വ്യവസായങ്ങൾ ഈ നാട്ടിൽ വേണം, എന്നാലാണ് ഈ നാട്ടിന് നിലനിൽപ്പുള്ളത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ബെനഡിക്ട് വില്യം ജോൺസ്, ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, തഹസിൽദാർ കിഷോർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 26-ാം തീയതി ശങ്കരമംഗലം ബോഗൻവില്ല ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മീറ്റ് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വിഷുവിന് വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ട് ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ 1/2 ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി ഇറക്കി. ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും നേതൃത്വത്തിലാണ് പരിപാലനം. കഴിഞ്ഞ 3 വർഷമായി ഈ സഹകരണ ബാങ്ക് കാർഷിക മേഖലകളിൽ കൂടി മാതൃകാപരമായ ഇടപെടൽ നടത്തിവരികയാണ്. സൗത്ത് പനമണ്ണ മഞ്ഞാളിപ്പടി മേനകത്തു പാടത്താണ് ഈ വർഷം കൃഷി ഇറക്കിയിട്ടുള്ളത്. പ്രദേശത്തെ പാടശേഖര സമിതിയുടെ സഹകരണത്തോടെ 1/2 ഏക്കർ സ്ഥലത്താണ് കൃഷി. വിളവ് മെച്ചപ്പെടുത്താനുള്ള കടുത്ത പരിശ്രമത്തിലാണ് സമിതിയും ജീവനക്കാരും. ജോലി സമയം കഴിഞ്ഞുള്ള ഒഴിവ് ഇടവേളകളിൽ ജീവനക്കാർ പാടത്തെത്തും. കളപറിച്ചും വളമിട്ടും
ഇവർ കൃഷിയിടത്തിലുണ്ടാകും. കൃഷിയിൽ നിന്നും ലഭിക്കുന്ന വിളവ് ബാങ്കിന്റെ പ്രത്യേക കൗണ്ടറിലൂടെ കുറഞ്ഞ നിരക്കിൽ വിപണനം ചെയ്യുകയാണ് പതിവ്. ഈ വർഷവും അതുതന്നെയാണ് ലക്ഷ്യമെന്ന് ഭരണസമിതി അറിയിച്ചു. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിൻ്റെയും അതുപോലെ തന്നെ മഞ്ഞളാടിപ്പടി പാടശേഖര സമിതിയുടെയും ആഭിമുഖ്യത്തിൽ വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി ഫെബ്രുവരി 17-ാം തീയതി തുടങ്ങിവെച്ച പച്ചക്കറി കൃഷിയുടെ ശ്രമദാനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷു ആകുമ്പോഴേക്കും നമ്മുടെ പച്ചക്കറി വിളവെടുപ്പ് നടത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മഞ്ഞളാടിപ്പടിയിലെ ഈ പ്രദേശത്ത് ഉള്ള 50 സെൻറ്റ് സ്ഥലത്താണ് പച്ചക്കറി നടത്തുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ബാങ്ക് ഇത്തരം പച്ചക്കറി കൃഷി നടത്തി വരികയാണ്. ഇതിൻ്റെ വിപണനം ബാങ്കിൻ്റെ കൗണ്ടറുകളിൽ കൂടെ തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകത. ബാങ്ക് സെക്രട്ടറി എൻ ലത, പ്രസിഡന്റ് കെ വിജയകുമാർ, വൈസ് പ്രസിഡന്റ് ടി സുരേഷ് കുമാർ, പാടശേഖര സമിതി പ്രസിഡന്റ് പി കെ ജനാർദ്ദനൻ, വാർഡ് കൗൺസിലർ പി ശ്രീകുമാർ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പറളി കിണാവല്ലൂർ ശാസ്ത വായനശാല ആൻഡ് കലാസമിതി ഹരിത ഗ്രന്ഥശാലയായി പ്രഖ്യാപിച്ചു. പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവി പ്രഖ്യാപനം നടത്തി. വായനശാല വൈസ് പ്രസിഡന്റ് കെ പി കുമാരൻ അധ്യക്ഷത വഹിച്ചു. ഹരിത മിഷൻ കോർഡിനേറ്റർ അബ്ദുൾ റഷീദ്, പറളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സഫിയ, വായനശാല മുൻ പ്രസിഡന്റ് പി എം പ്രേമദാസ്, വാർഡ് മെമ്പർ പ്രീത എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി പി എം ഉപേന്ദ്രൻ സ്വാഗതവും വി വി ജയകുമാരൻ നന്ദിയും പറഞ്ഞു. വാർഡിലെ ഹരിത കർമ്മസേനാംഗങ്ങളായ ഉഷ, രതി എന്നിവരെ ആദരിച്ചു. ഹരിത പ്രഖ്യാപനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പെയിന്റിംഗ് മത്സരവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂരിൽ CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AKG അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. പരുത്തിപ്ര കോഴിപ്പാറയിൽ സംഘടിപ്പിച്ച യോഗം ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. പറയണം, ഇങ്ങനെയല്ല നമ്മൾ മുദ്രാവാക്യം വെക്കേണ്ടത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം, ഇന്ത്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി അദ്ദേഹത്തിന്റെ പേര് ഹസ്രത്ത് മൊഹാനി എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ട സമയത്ത് അതിന്റെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന ഹസ്രത്ത് മൊഹാനി എന്ന ചെറുപ്പക്കാരനാണ് ആദ്യമായി പറയുന്നത് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്ന്. ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK ജയപ്രകാശ്, P സിന്ധു, ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ND ദിൻഷാദ്, മുതിർന്ന നേതാവ് RG പിള്ള എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ അപകട ഭീഷണി ഉണ്ടായിരുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്തു. പ്രസ്തുത റോഡിന് ഡ്രൈനേജ് അടക്കമുള്ള സൗകര്യങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസിൻ MLA പറഞ്ഞു. മെയിൻ്റനൻസ് തുകയിൽ ബാക്കി വന്നത് ഉപയോഗിച്ചാണ് ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. പ്രസ്തുത റോഡിൽ ഡ്രൈനേജ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും മുഹമ്മദ് മുസിൻ MLA പറഞ്ഞു. നടപടിക്രമങ്ങൾ പൂർത്തിയായി പ്രവൃത്തി ആരംഭിക്കുന്നതിന് കാലതാമസമെടുക്കുന്നതിലാണ് അപകട ഭീഷണി മുൻനിർത്തി ഈ പ്രവൃത്തി അടിയന്തരമായി നടപ്പാക്കിയതെന്നും MLA പറഞ്ഞു. പരിഹരിക്കാനുള്ള ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് നമ്മൾ റണ്ണിംഗ് കോൺട്രാക്ടർ ഇപ്പോൾ നിലവിൽ നമ്മളെല്ലാ റോഡുകളും പുതിയ നമ്മുടെ ഗവൺമെന്റിന്റെ റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ബാക്കി തുക കടന്നിരുന്ന ആ തുക എടുത്തിട്ടാണ് താൽക്കാലികമായി ഈ സൈഡ് നമ്മൾ കെട്ടുന്നത്, അത് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ വേറെ ഫണ്ട് കൂടി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡ്രെയിനേജ് അടക്കം നമ്മുടെ പുതിയ മാർക്കറ്റ് അതുപോലെ തന്നെ മുനിസിപ്പൽ ടവറിന്റെ ഭാഗത്തേക്ക് ഡ്രെയിനേജ് അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടി ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വേനൽ മഴയ്ക്ക് ഒപ്പമെത്തിയ കാറ്റിനെ പ്രതിരോധിക്കാനുള്ള തിരക്കിലാണ് മലയോര മേഖലയായ തൃശൂരിലെ മാറ്റത്തൂരിലെ കർഷകർ. കുല വന്നു തുടങ്ങിയ നേന്ത്രവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീഴാതിരിക്കാൻ പ്ലാസ്റ്റിക് വള്ളികൾ കൊണ്ട് താങ്ങിക്കൊടുക്കുന്ന രീതിയാണ് അവലംബിക്കുന്നത്. തൃശൂരിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. നേന്ത്രക്കായ ഉൽപാദനത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റത്തൂരിൽ ഇക്കുറി ലക്ഷക്കണക്കിന് നേന്ത്രവാഴകളാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിലേറെയും പാടങ്ങളോട് ചേർന്നാണ്. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം, ഈറോഡ്, സേലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വാഴക്കന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ കൃഷി. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കുലയ്ക്കുന്ന വാഴകളെ യഥാസമയം താങ്ങുകൊടുത്ത് നിർത്തിയാലേ വേനൽ മഴയോടൊപ്പം എത്തുന്ന കാറ്റിൽ നിന്ന് സംരക്ഷിക്കാനാകൂ എന്ന് വാഴ കർഷകനായ കടമ്പോട് സ്വദേശി ലോനായി പറഞ്ഞു. ആദ്യകാലത്ത് മുളങ്കാലുകൾ കൊണ്ടാണ് വാഴയ്ക്ക് ഊന്നുകൊടുത്തിരുന്നത്. മുളകൾ കിട്ടാനില്ലാതായതോടെ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന കാറ്റാടി മരങ്ങളാണ് ഇതിനുപയോഗിച്ചിരുന്നത്. ഒന്നിന് 100 രൂപയോളം വില കൊടുത്ത് കാറ്റാടി വാങ്ങി വാഴയ്ക്ക് ഊന്നുകൊടുക്കുമ്പോൾ കൃഷി ചെലവ് വർദ്ധിക്കുമെന്നതിനാൽ പ്ലാസ്റ്റിക് വള്ളികളാണ് ഇപ്പോൾ വാഴകളെ കാറ്റിൽ നിന്ന് സംരക്ഷിക്കാനായി കർഷകർ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത്. ഓരോ വാഴകളുടെയും മധ്യത്തിലും
തലഭാഗത്തുമായി രണ്ടിടത്ത് പ്ലാസ്റ്റിക് വള്ളികൾ ബന്ധിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള വാഴയിലേക്ക് വലിച്ചുകെട്ടിയാണ് കാറ്റിനെ പ്രതിരോധിക്കുന്നത്. പണ്ടൊക്കെ ഊണൊക്കെ ഇട്ടായിരുന്നു, അപ്പോൾ ഊണൊന്നും കിട്ടാനില്ല. അപ്പം അതിൻ്റെ പേരിൽ വള്ളി തന്നെയായിരുന്നു. കാറ്റും മഴയും വന്നിട്ട് ഈ തവണ മഴ നേരത്തെ വന്നു, കാറ്റൊന്നും വന്നിട്ടില്ല. ആ ഒരു പേടിയിൽ നിൽക്കുകയാണ്. വാഴ വള്ളി കെട്ടലാണ് ഇപ്പോൾ. വള്ളി കെട്ടി കഴിഞ്ഞിട്ട് വേണം അടുത്ത ഞങ്ങൾ തന്നെ സ്വന്തമായിട്ടാണ് പണിയുന്നത്. അത് കാരണം കൊണ്ട് അല്ലെങ്കിൽ കൂലിക്ക് വെച്ചാൽ നഷ്ടമാണ്. ഇത്തരത്തിൽ 30 വാഴകളിൽ കെട്ടാൻ ആവശ്യമായ ഒരു കെട്ട് പ്ലാസ്റ്റിക് വള്ളികൾക്ക് 200 രൂപയോളം വില വരും. ഓരോ വർഷവും കൃഷിച്ചെലവ് വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ലെന്ന സങ്കടവും കർഷകർക്കുണ്ട്. 18 രൂപ നിരക്കിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വാഴക്കന്ന് വാങ്ങുന്നത്. വളത്തിന് വർഷം തോറും വില വർദ്ധിക്കുകയാണ്. തൊഴിലാളികളെ ഉപയോഗിച്ച് കൃഷിപ്പണികൾ ചെയ്യിക്കുന്നവർക്ക് കൂലി ചെലവിനത്തിലും നല്ലൊരു തുക വേണ്ടിവരും. ഒടുവിൽ വിളവെടുത്ത വാഴക്കുല വിപണിയിലെത്തുമ്പോൾ മതിയായ വില കർഷകർക്ക് ലഭിച്ചില്ലെങ്കിൽ കർഷകർ കടക്കണിയിലാകും. സാധാരണയായി മെയ് അവസാനത്തോടെയാണ് മലയോരത്ത് നേന്ത്രക്കായ വിളവെടുപ്പ് ആരംഭിക്കുന്നത്. സീസൺ തുടക്കത്തിൽ മികച്ച വില കിട്ടാറുള്ളതിനാൽ കാലവർഷം തുടങ്ങും മുമ്പേ വിളവെടുപ്പിന് ഭാഗമാകുന്ന രീതിയിലാണ് മിക്ക കർഷകരും കൃഷിയിറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കടുത്ത ചൂട് മൂലം നേന്ത്രക്കായ ഉൽപ്പാദനം കുറഞ്ഞതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിച്ചിരുന്നു. ഇത്തവണ നേരത്തെ വേനൽമഴ കിട്ടിയതിനാൽ കാലാവസ്ഥ അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് കർഷകർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളശ്ശേരി ഒടുവിൽ ഫൗണ്ടേഷന്റെയും ഒടുവിൽ സാംസ്കാരിക വായനശാലയുടെയും നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. തടുക്കശ്ശേരി ബാങ്ക് ഹാളിൽ നടന്ന വിരുന്നിൽ നിരവധി പേർ പങ്കെടുത്തു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് CR സജീവ് അധ്യക്ഷത വഹിച്ചു. സന്തോഷകരമായ പല വാർത്തകളും പുറത്തുവരിക. കഴിഞ്ഞ ദിവസമാണ് ശബരിമലയിൽ പോയ പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച് ശബരിമല സന്നിധാനത്തിൽ പോയി മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ആദ്യമായി വഴിപാട് കഴിച്ചത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനായിരുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ മമ്മൂട്ടിക്ക്, മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മമ്മൂട്ടിക്ക് ആയുരാരോഗ്യ സൗഖ്യം നേടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ അവിടെ വഴിപാട് കഴിച്ച വാർത്ത പുറത്തു വന്നത്. ഏറെ സന്തോഷം നിറഞ്ഞുകൊണ്ടാണ് നമ്മളത് വായിക്കുകയും കേൾക്കുകയും ചെയ്തത്. കേരളത്തിന്റെ ഒരു മതേതര മനസ്സാണത് കാണിക്കുന്നത്. ജയഗോപാൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. പത്മകുമാർ, രാജഗോപാലൻ മാസ്റ്റർ, PP വെങ്കടേശ്വരൻ, കല്ലുവഴി വാസു, സദനം ശ്യാമളൻ, PC ജയരാജ്, മാസ്റ്റർ ശ്രീഹരി, കൃഷ്ണദാസ്, അജിത് മുണ്ടൂർ എന്നിവർ സംസാരിച്ചു. PSC നിയമനം ലഭിച്ച പൊതുപ്രവർത്തകൻ രാമൻകുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു. സമൂഹ നോമ്പുതുറയും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പരുത്തിപ്ര TMS LP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ UKG വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ സംഘടിപ്പിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി സിജു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക രാധാമണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫികൾ മാനേജ്മെന്റ് പ്രതിനിധി സിജു മാസ്റ്റർ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മഴവിൽ അഴകിൽ ചേലക്കര അന്തിമഹാകാളൻ വേല മഹോത്സവം. കനത്ത മഴയിലും ആവേശം ചോരാതെ ആയിരങ്ങളാണ് വേല മഹോത്സവത്തിന്റെ ഭാഗമായത്. പ്രൗഢിയോടെ നിരന്ന ഇണക്കാളുകളും വേലകളുടെ സംഗമവും നയന മനോഹരമായി. മാനത്ത് വിസ്മയം തീർത്ത വെടിക്കെട്ട് ഉത്സവപ്രേമികൾക്ക് ആവേശമേകി. നാട്ടിട വഴികൾ താണ്ടി ആർപ്പുവിളികളോടെ അകമ്പടിയോടെ കാവിലെത്തിയ ദേശക്കാളകളുടെ എഴുന്നള്ളത്ത് കാണാൻ വയൽവരമ്പ് നിറഞ്ഞെത്തിയത് ആയിരങ്ങളാണ്. കെട്ടുകാളകളെ ചുമലിലേറ്റി യുവാക്കൾ നൃത്തച്ചുവട് വച്ചപ്പോൾ പൂരപ്പറമ്പിലെ ജനം ആർത്തിരമ്പി. ഒരാണ്ടിന്റെ കാത്തിരിപ്പാണ് സഫലമായത്. ശനിയാഴ്ച പുലർച്ചെ മുതലേ ക്ഷേത്രത്തിൽ തിരക്ക് അനുഭവപ്പെട്ടു. തട്ടകദേശങ്ങളിൽ നിന്നുള്ള വിശ്വാസികളുടെ നീണ്ട നിരയുണ്ടായിരുന്നു. ചേലക്കര, തോന്നൂർക്കര, കുറുമല, വെങ്ങാനല്ലൂർ, പങ്ങാരപ്പള്ളി ദേശത്തെ നടക്കാവുകളിൽ നിന്നാരംഭിച്ച വേലകൾ നാട് ചുറ്റി അന്തിമഹാകാളന്റെ കാവ് വട്ടത്തെത്തിയപ്പോൾ ഭക്തരെ ആഹ്ലാദ തിമിർപ്പിലാക്കി.
കാളവരവിനെ കൊഴുപ്പേകിക്കൊണ്ടുള്ള വാദ്യമേളങ്ങളും കലാരൂപങ്ങളും കാഴ്ചകളും കാണികൾക്ക് ഹൃദ്യമായി. മഴ ആഘോഷത്തിന് മങ്ങലായെങ്കിലും വേലപ്രേമികൾ കൂടുതൽ ആവേശത്തിലായി. വൈകിട്ടോടെ കാവും പരിസരവും ജനങ്ങളാൽ നിറഞ്ഞു. ആനയില്ലാത്ത വേലയ്ക്കു മാറ്റുകൂട്ടുന്നത് ദേശക്കാവുകളിൽ നിന്ന് പുറപ്പെടുന്ന കാളവേലകളാണ്. അർദ്ധരാത്രി കളമായ്ക്കൽ ചടങ്ങിനുശേഷം കാളി ദാരികന്മാരും കോയ്മയും പുറപ്പെട്ട് കാവിലെത്തി തേർത്തട്ടിൽ പ്രദക്ഷിണം നടത്തി. കാളി ദാരിക സംവാദത്തിനുശേഷം ഞായറാഴ്ച ഉച്ചയ്ക്ക് കാളിയുടെ ദാരികാവധം ചടങ്ങ് നടന്നതോടെ വേല സമാപിച്ചു. മഴ കാരണം വെടിക്കെട്ട് പറഞ്ഞ സമയത്ത് നടത്താനായില്ല. രാത്രി വൈകിട്ടാണ് വെടിക്കെട്ട് നടന്നത്. വെടിക്കെട്ടിന് അനുവാദം വാങ്ങിച്ചു നൽകിയ കെ രാധാകൃഷ്ണൻ എംപിക്കും UR പ്രദീപ് MLAയ്ക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പൂരപ്രേമികൾ മുദ്രാവാക്യം വിളിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മറ്റൊലി യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയ ഓൺലൈൻ മാധ്യമങ്ങളിൽ കേന്ദ്ര സംസ്ഥാനങ്ങളുടെ പേരിൽ ലോണുകൾ നൽകുന്നതായി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ചിത്രങ്ങൾ കൂടി വെച്ചാണ് പ്രചരണം. ഇതിനെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ്? മാറ്റൊലിയിലേക്ക്. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകുന്നു എന്ന തരത്തിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് വ്യാജ പ്രചരണം നടത്തുന്നതിന് നിർബന്ധമായും തടയിടേണ്ടതാണ്. നിരവധി ആളുകൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്നത് ശരിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അത്തരം ആളുകൾക്ക് ഗവൺമെന്റുകൾ തന്നെയാണ് കൃത്യമായ മാർഗനിർദ്ദേശം നൽകേണ്ടത്. സർക്കാരിൽ വരുന്ന വീഴ്ച തന്നെയാണ് ഇത്തരം പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ കൂടുതൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മാറ്റൊലി. പ്രധാന വാർത്തകൾ വീണ്ടും. അപകടകരമായ വർഗീയതയും അതിഭീകരമായ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളും ഭരണഘടനയെയും ജനാധിപത്യത്തെയും പുച്ഛിച്ചു തള്ളുന്ന രാഷ്ട്രീയ സമീപനങ്ങളുമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് മന്ത്രി കെ രാജൻ. ഈ മുഖമുദ്ര വിദ്യാഭ്യാസ മേഖലയിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കെ രാജൻ. AISF സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ സ്വാഗത സംഘം രൂപീകരണ യോഗം ചേർന്നു. പട്ടാമ്പിയിൽ AISFന്റെ 46-ാം സംസ്ഥാന സമ്മേളനം മെയ് 8, 9 തീയതികൾ. ജലമൂറ്റുന്നതിനെതിരെ പെപ്സി, കൊക്കക്കോള കമ്പനിക്കെതിരെ സമരം ചെയ്തവരാണ് ഇപ്പോൾ ജലമൂറ്റ് കമ്പനിയെ ക്ഷണിച്ചു വരുത്തിയതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ഭരണത്തിലേറി 8 വർഷം കഴിഞ്ഞിട്ടും ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിയാത്ത സർക്കാരാണ് കേരളത്തിലേതെന്നും VT ബൽറാം. എലപ്പുള്ളി ബ്രൂവറി സ്ഥാപനത്തിനെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു നടത്തുന്ന 100 മണിക്കൂർ ഉപവാസ സമരം തുടരുന്നു. ഷൊർണൂർ കല്ലിപ്പാടത്ത് പൊതുസ്ഥലത്ത് സോളാർ വേലി കെട്ടിയ കർഷകന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. സോളാർ വേലി കാൽനടയാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഭീഷണിയാകുന്നതായി പരാതി. സോളാർ വേലി ഉടൻ നീക്കം ചെയ്യണമെന്നും പാടശേഖരത്തെ രണ്ടായി പിളർത്ത നടപടി ന്യായീകരിക്കാനാകില്ലെന്നും കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി. നൂതന വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിലവിലുള്ള വ്യവസായ സംരംഭങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി പട്ടാമ്പിയിൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കും. മീറ്റ് സംഘടിപ്പിക്കുന്നത് ഈ മാസം 26-ന് ശങ്കരമംഗലത്ത്. പരിപാടിയുടെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഓരോ ജില്ലകളിലും മണ്ഡലങ്ങളിലും വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതുണ്ടെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. കേന്ദ്ര സർക്കാർ കർഷകരെ അവഗണിക്കുകയാണെന്ന് കെ രാധാകൃഷ്ണൻ MP. കേരളത്തിലെ കർഷകർക്ക് പ്രത്യേക പാക്കേജ് നൽകണമെന്നും MP. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ MP. തിരുവേഗപ്പുറ വെസ്റ്റ് കായ്പുറത്ത് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ച് വയോധികന് ദാരുണാന്ത്യം. മരണപ്പെട്ടത് വെസ്റ്റ് കായ്പുറം സ്വദേശി 72-കാരൻ ഇബ്രാഹിം.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.